ഇന്നും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒരു പ്രൊജക്ടർ സെറ്റ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെബ്രോണിക്സ് ഒരു പുതിയ പ്രൊജക്ടർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിക്സാപ്ലേ 75 എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. ഇങ്ങനെ ഒരു അടിപൊളി പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് ഇതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ ഇതിൽ വരുന്നത് 5 ആണ്. HDMI USB aux ഔട്ട്പുട്ട് സപ്പോർട്ട് ഉണ്ട്. ബിൽഡ് ഇൻ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. റിമോട്ട് കൺട്രോൾ ഉണ്ട്. ക്വാഡ് കോർ പ്രോസസർ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. മിറർ കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. iOS സ്ക്രീൻ മിററിംഗും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആപ്പ് സപ്പോർട്ട് ഉണ്ട്. സ്മാർട്ട് പ്രൊജക്ടർ ആണ്. വാൾ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതേപോലെ ടെലസ്കോപ്പിക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ നമുക്കൊരു പ്രൊജക്ടറിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നു. അതിനോടൊപ്പം തന്നെ 4K സപ്പോർട്ടഡ് ആണ്. 4K പ്രൊജക്ടർ അല്ല, 4K സപ്പോർട്ടഡ് ആണ്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂസർ മാനുവൽ ആണ്. യൂസർ മാനുവൽ ഇപ്പൊ ഇങ്ങനെയാണ്, ഒരു കാർഡ് രൂപത്തിലാണ് വരുന്നത്. ജസ്റ്റ് ഇതിൽ നൽകിയിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ യൂസർ മാനുവൽ കിട്ടും. പിന്നെ ഒരു HDMI കേബിൾ ഉണ്ട്. പിന്നെ ഒരു പവർ കേബിൾ ഉണ്ട്. അതിനോടൊപ്പം ഒരു റിമോട്ട് വരുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ക്ലീനിങ് കിറ്റ് കൂടെ വരുന്നുണ്ട്. അടുത്ത നമ്മുടെ മെയിൻ യൂണിറ്റ് ആണ്. ഇതാണ് ഐറ്റം. ഇതിന്റെ ലുക്ക് നിങ്ങൾ നോക്കി, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന് ബ്രാൻഡ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഇനി ആദ്യം ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. ഫിസിക്കൽ ഓവർവ്യൂലോട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോട്ട് ചെയ്യുക, ഇതേപോലെ ഒരു സ്ട്രാപ്പ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഹാങ് ചെയ്യാനായിട്ട്. ഇത് യൂസ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും വേണമെങ്കിൽ തൂക്കിയിടാനും പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഗ്ലാസ് ലെൻസ് നൽകിയിട്ടുള്ളത്. അതിന് താഴെയായിട്ട് ഇതിന്റെ സെൻസേഴ്സ് ഒക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഇവിടെയാണ് ഇതിന്റെ സ്പീക്കർ നൽകിയിരിക്കുന്നത്. എത്ര വാട്ട്സിന്റെ സ്പീക്കർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ സാമാന്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഈ ഒരു സ്പീക്കറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബാക്കിലും അതേപോലെ ഹോട്ട് എയർ പാസ് ചെയ്യാനുള്ള വെന്റ് നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ IR സെൻസർ നൽകിയിട്ടുണ്ട്. USB പോർട്ട് ഉണ്ട്. 3.5 mm ഒരു ചെറിയ ജാക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു HDMI പോർട്ട് ഉണ്ട്. അതിന്റെ താഴെയായിട്ട് പവർ ഓൺ ഓഫ് ബട്ടൺ നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് നൽകിയിരിക്കുന്നത്. ഇനി ബാക്ക് സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിങ്ങനെ നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടിൽറ്റ് ചെയ്യുക മാത്രമല്ല, ഇതിന്റെ ഹൈറ്റ് നമുക്കിതാ ഇതേപോലെ കൂട്ടാനായിട്ട് പറ്റും. നോക്കി, ഇത്രയും ഹൈറ്റ് വരെ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനൊരു ടിൽറ്റിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഉള്ളത് കൊണ്ടാണ് ടെലസ്കോപ്പിക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ബോക്സിൽ മെൻഷൻ ചെയ്തിരുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഇത് നമ്മൾ ടേബിളിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ടിൽറ്റ് ചെയ്യാം. 90 ഡിഗ്രി ടിൽറ്റ് ചെയ്തുകൊണ്ട് സീലിംഗ് വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻ പ്ലേസ് ചെയ്യാൻ പറ്റും. അതേപോലെ വാളിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. അതിനോടൊപ്പം തന്നെ ഇത് വാൾ മൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെയായിട്ട് ഇവിടെയാണ് ഇത് വാൾ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. വാൾ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനോടൊപ്പം വരുന്നില്ല. നമ്മൾ തന്നെ അത് അറേഞ്ച് ചെയ്തിട്ട് വാൾ മൗണ്ട് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഇത് വാൾ മൗണ്ട് ചെയ്താലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ടിൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കി, ഈ രീതിയിൽ ടിൽറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ടൈപ്പ് ടെക്നോളജിയിലുള്ള ഒരു പ്രൊജക്ടർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇത് ഫുള്ളി പ്ലാസ്റ്റിക് ബിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ ആണ്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ പിക്സാപ്ലേ 73 എന്ന് പറയുന്ന ഒരു പ്രൊജക്ടർ പരിചയപ്പെടുത്തിയിരുന്നു. അതിന് ഇതിനേക്കാളും കുറച്ചുകൂടെ വിലക്കുറവായിരുന്നു. പക്ഷേ അതിൽ ഇതേപോലുള്ള ടിൽറ്റിംഗ് മെക്കാനിസം ഒന്നും ഇല്ലായിരുന്നു. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ ആയിരുന്നു. അപ്പൊ അതുമായിട്ട് ഇത് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് അതിനൊക്കെ കുറച്ചുകൂടെ സെറ്റപ്പുകളും ഫീച്ചേഴ്സും ക്വാളിറ്റിയും ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4600 ലൂമൻസ് ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത്. അതേപോലെ 200 ഇഞ്ച് സ്ക്രീൻ സൈസ് ഉള്ള ഒരു പ്രൊജക്ടർ ആണിത്. ഞാനിത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, 200 ഇഞ്ച് വരെയുള്ള ഒരു സ്ക്രീൻ സൈസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, അതിന്റെ ബ്രൈറ്റ്നസ് കുറയുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി. ഒരു 100 to 120 ഇഞ്ചസിലൊക്കെയാണ് നമ്മൾ സ്ക്രീൻ പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത ബ്രൈറ്റ്നസും ഇതിൽ നിന്ന് കിട്ടും. അപ്പം 200 ഇഞ്ച് സ്ക്രീനിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാവൂ. അത്രയും സൈസിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മളെ ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നഷ്ടപ്പെടുന്ന പോലെ തോന്നി. കാരണം അത്രയും ക്വാളിറ്റി നമുക്ക് ആ 200 ഇഞ്ചിൽ ഫീൽ ചെയ്തില്ല. അപ്പം ഒരു 100 to 120 ഇഞ്ച് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതേപോലെ തന്നെ 4K സപ്പോർട്ടഡ് ആണെന്ന് ഇതിന്റെ കവറിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെങ്കിൽ 4K അത്ര പ്രോപ്പർ ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിന്റെ നെഗറ്റീവ് റെസൊല്യൂഷൻ വരുന്നത് 720p ആണ്. അപ്പം ഒരു HD പ്രൊജക്ടർ ആണ്. ഫുൾ HD പ്രൊജക്ടറും അല്ല, ഇത് HD പ്രൊജക്ടർ ആണ്. 4K ഫയലുകൾ നമ്മൾ ഈ പെൻഡ്രൈവിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് മൂവീസോ കാര്യങ്ങളോ 4K ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഓട്ടോ കീസ്റ്റോണും ഓട്ടോ ഫോക്കസിംഗ് ടെക്നോളജിയും കിട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അത് എത്ര കണ്ട് സാധാരണ ഒരു 15,000 20,000 രൂപയുടെ പ്രൈസ് സെഗ്മെന്റിലുള്ള പ്രൊജക്ടറുകളിൽ ഓട്ടോ കീസ്റ്റോൺ ഓട്ടോ ഫോക്കസിംഗ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് അക്യൂറേറ്റ് ആയിട്ട് തന്നെ നടക്കും. അത്രയും ഫാസ്റ്റ് ആയി അത്രയും അക്യൂറേറ്റ് ആയിട്ട് ഇതിൽ നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മുടെ ആ ഒരു പ്രൈസ് സെഗ്മെന്റിലൂടെ നോക്കണം. ഇതിന് ഫ്ലിപ്കാർട്ടിൽ ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റിന്റെ വില 8,999 രൂപയാണ്. അപ്പൊ 10,000 രൂപയുടെ താഴെയുള്ള ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന പ്രൊജക്ടറിൽ കിട്ടുന്ന രീതിയിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഓട്ടോ കീസ്റ്റോണും ഓട്ടോ ഫോക്കസിംഗും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ LED ലാമ്പ് ലൈറ്റിന്റെ ലൈഫ് ബ്രാൻഡ് പറയുന്നത് 50,000 hours ആണ്. ബ്ലൂടൂത്ത് വേർഷൻ
വേർഷൻ 5 ആണ് വരുന്നത്. HDMI പോർട്ട് നൽകിയിട്ടുണ്ട്. HDMI ARC ഇതിൽ സപ്പോർട്ട് അല്ല. USB പോർട്ട് ഉണ്ട്, പെൻഡ്രൈവുകൾ കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഓക്സ് പോർട്ട് വരുന്നുണ്ട്, ഡ്യുവൽ ബാൻഡ് കണക്ടിവിറ്റി ഉണ്ട്, റിമോട്ട് കൺട്രോൾ ഇതിനൊപ്പം ലഭിക്കുന്നുണ്ട്. റിമോട്ടിലും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നൽകിയിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന എല്ലാ പ്രൊജക്ടറുകളുടെയും റിമോട്ട് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. ഇതിലും അതൊക്കെ തന്നെ ആണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ക്വാഡ് കോർ പ്രോസസർ ആണ് വന്നിട്ടുള്ളത്. RAM 1GB സ്റ്റോറേജ് 8GB ആണ് ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുക. ഇതിന്റെ കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത് 3000:1 ആണ്. ഇനി പ്രൊജക്ടറിന്റെ വെയിറ്റ് വരുന്നത് 1.2 kg ആണ്. വളരെ ഈസി ആയിട്ട് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ പ്രൊജക്ടറിന്റെ ഒരു ഇന്റർഫേസ്. യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. മറ്റേ ആപ്സ് ഈ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. സ്ക്രീൻ മിറർ ചെയ്യാനായിട്ട് eShare എന്ന് പറയുന്ന ഒരു ആപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി റിമോട്ടിൽ മുകളിലോട്ടുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറെ ഓപ്ഷൻസ് വരും. ഇവിടെ സോഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് HDMI USB സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സിൽ നിന്ന് നമുക്ക് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാം, ബ്ലൂടൂത്ത്, അതേപോലെ ഇൻപുട്ട് സോഴ്സ്, ഗൂഗിൾ അക്കൗണ്ട് മാനേജ് ചെയ്യാം. അതേപോലെ താഴെയായിട്ട് പ്രൊജക്ടർ എന്ന് പറയുന്ന സെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രൊജക്ടർ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിനടുത്തായിട്ട് അഡ്വാൻസ്ഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഫോക്കസ്, ഓട്ടോ കീസ്റ്റോൺ, ഓട്ടോ ഫോക്കസ് അറ്റ് പവർ ഓൺ തുടങ്ങിയ ഓപ്ഷനുകൾ ഇവിടെ വന്ന് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. പിന്നെ ഇവിടെ മാനുവൽ കീസ്റ്റോൺ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാനുവലായിട്ട് നമുക്ക് ഈ രീതിയിൽ കീസ്റ്റോൺ സെറ്റിംഗ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ അടുത്തായിട്ട് സ്ക്രീൻ സൂം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രീൻ സൂം ചെയ്യാനായിട്ട് സാധിക്കും, സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എബൌട്ട് പ്രൊജക്ടർ എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വേർഷൻ ഏതാണെന്ന് അറിയാം. അതേപോലെ ബാക്കി പ്രൊജക്ടറിന്റെ സെറ്റിംഗ്സുകളും അതിന്റെ സീരിയൽ നമ്പറായ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി റിമോട്ടിലുള്ള ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വാൾപേപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കുറേയധികം വാൾപേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഫോർമാറ്റിലുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. വാൾപേപ്പർ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. മൊത്തത്തിൽ മിനിമൽ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ് ഈ ഒരു പ്രൊജക്ടറിൽ നൽകിയിട്ടുള്ളത്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ വലിയ ഹാങ് ഒന്നും ആകുന്ന പ്രശ്നം ഞാൻ ഇത് ഉപയോഗിച്ച സമയങ്ങളിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊജക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 9000 rupees വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടർ നോക്കാം. ഇതൊരു ഫുൾ HD പ്രൊജക്ടറുള്ള HD പ്രൊജക്ടറാണ്. ഇതിന്റെ നേറ്റീവ് റെസൊല്യൂഷൻ 720p ആണ് വരുന്നത്. 4K ഫയലുകളും ഇതിൽ സപ്പോർട്ട് ആവും. ഇനി യൂസ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇത്രയൊക്കെയാണ് സാധാരണ നമുക്ക് പ്രൊജക്ടറുകളിൽ കിട്ടാറുള്ളത്. അതൊക്കെ തന്നെ ഈ ഒരു പ്രൊജക്ടറിലും വരുന്നുള്ളൂ. ബ്രൈറ്റ്നസ് വലിയ കുറവായിട്ട് എനിക്ക് തോന്നിയില്ല. ഡാർക്ക് റൂമിലാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ്നസ്സിൽ ബ്ലാക്ക് കളേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എഡ്ജ് ബ്ലറിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത സമയത്തൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. ആ മോഷൻ ബ്ലറിന്റെ പ്രശ്നവും വലുതായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വലിയ കുഴപ്പമില്ല. ഒരു പ്രൊജക്ടർ വാങ്ങുമ്പോൾ ആദ്യം നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം നമ്മളത് ഫുൾ HD പ്രൊജക്ടർ ആണോ വാങ്ങാൻ പോകുന്നത്, HD പ്രൊജക്ടർ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുക. HDയും ഫുൾ HDയും തമ്മിൽ വലിയ ഡിഫറൻസ്, അതായത് പ്രൈസ് ഡിഫറൻസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ HD പ്രൊജക്ടർ വാങ്ങാനേ പറയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രൊജക്ടറിന്റെ വീഡിയോ ചെയ്തിരുന്നു. അതൊരു ഫുൾ HD പ്രൊജക്ടറാണ്. ആ ഒരു പ്രൊജക്ടറിന്റെ വീഡിയോ ലിങ്ക് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 13,000 രൂപ വില വരുന്ന ഒരു പ്രൊജക്ടറാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.